സാർ സാർ, നിങ്ങളുടെ പേഴ്സ് താഴെ വീണു, ഒന്ന് നിൽക്കൂ. നിനക്കെന്താ നോക്കി നടക്കാൻ അറിഞ്ഞൂടെ? അമ്മേ, സാറേ സാറേ, സാറിന്റെ പേഴ്സാ അവിടെ വീണ് കിടന്നതാ. നിങ്ങൾ രണ്ടുപേരും നല്ല മര്യാദക്കാരാണല്ലോ. പകരം എന്ത് സമ്മാനം തരണം? സമ്മാനമൊന്നും വേണ്ട, പറ്റുമെങ്കിൽ ഞങ്ങൾക്കൊരു ജോലി മേടിച്ചു തന്നാ മതി. നാളെ മുതൽ ഈ കമ്പനിയിൽ തൂത്ത് വൃത്തിയാക്കുന്ന ജോലി ചെയ്യുക. എനിക്ക് നിങ്ങളെപ്പോലുള്ള മര്യാദക്കാരായ ജോലിക്കാരെയാണ് ആവശ്യം. താങ്ക് യു സാറേ. ഒരുപാട് ദിവസത്തിന് ശേഷം ഒരു നല്ല ജോലി കിട്ടുന്നത്. പൂർണ്ണ ആത്മാർത്ഥതയോടും ഉത്തരവാദിത്തത്തോടു കൂടി ജോലി ചെയ്യണം. ഓക്കെ സാർ. ഗുഡ് മോർണിംഗ് സാറേ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ബോസ്, എന്താ പറ്റിയത്? മോട്ടു, പത്ലു, രക്ഷിക്കൂ. യെസ് സാർ. നീയൊക്കെ കൂടി എന്തൊക്കെ സാധനങ്ങളാണ് നശിപ്പിച്ച്? നിങ്ങളെ ഞാൻ കൺട്രോൾ 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 കൺട്രോൾ. ഇവർ രണ്ടുപേരും നല്ല മര്യാദക്കാരാണ്. ഈ ഫയൽ നമ്മുടെ പ്രൊജക്ടിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഫയലാണ്. ഇതിനെ ഭദ്രമായി സൂക്ഷിക്കണം. ഇതെന്താ ഈ കാണിക്കുന്നത്? എന്റെ ഈ പ്രൊജക്ട് ഫയൽ നിങ്ങൾ എന്താ ഈ കാണിച്ചത്? മോട്ടു, പത്ലു. സോറി സാറേ, സോറി. നിങ്ങളുടെ വിൻഡോ തുറന്നിടാൻ പാടില്ലായിരുന്നു. നിനക്കൊക്കെ ഇത്ര അഹങ്കാരമോ? ബോസിനെയാണോ പഠിപ്പിക്കാൻ വരുന്നത്? പുറത്തു പോ. കൺട്രോൾ കൺട്രോൾ. വളരെ മര്യാദക്കാരാ. ഈ കാലത്ത് മര്യാദയുള്ളവരെ കിട്ടാൻ പാടല്ലേ. കൺട്രോൾ. നിങ്ങൾ രണ്ടുപേരും വളരെ സൂക്ഷിച്ച് ജോലി ചെയ്യുക. ജനാലയൊക്കെ ഒന്ന് അടച്ചിട്ടാ കൊള്ളാമായിരുന്നു കേട്ടോ. യെസ് സാർ. കൺട്രോൾ കൺട്രോൾ. ഈ മര്യാദക്കാരാ. കൺട്രോൾ. വരൂ, നമുക്ക് ആ ഫാന് വൃത്തിയാക്കാം. അതിൽ ഒരുപാട് പൊടി പിടിച്ച് കിടപ്പുണ്ട്. ആ ശരി, എനിക്ക് നീളമുണ്ട്, അതുകൊണ്ട് ഞാൻ വൃത്തിയാക്കാം. നീ വേഗം പോയി സ്വിച്ച് ബോർഡ് വൃത്തിയാക്കാൻ നോക്ക്. ഇനി കുറച്ചുകൂടെ ഉണ്ട്.
അങ്ങോട്ട്. എന്റെ മോട്ടോ നിനക്ക് ഒരു പണി നേരെ ചൊവ്വേ ചെയ്യാൻ അറിയില്ലേ? സോറി ഇപ്പൊ തന്നെ ഞാനിത് പെട്ടെന്ന് വൃത്തിയാക്കി തരാം. ക്ഷമിക്കേ, എന്നോട് ക്ഷമിക്കേ. വാ, നമുക്ക് ഓഫീസ് നന്നായിട്ട് വൃത്തിയാക്കാം. അത് കാണുമ്പോ ബോസിന്റെ ദേഷ്യമൊക്കെ അങ്ങ് പോയിക്കോളുന്നേ. എങ്കിൽ തരൂ, ഞാൻ തന്നെ വൃത്തിയാക്കിക്കോളാം. മുതലാളിക്ക് എന്നോടാണ് ഭയങ്കര ദേഷ്യം. വേണ്ട, ഞാൻ വൃത്തിയാക്കിക്കോളാം. നീ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി വെക്കും. ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞില്ലേ, എനിക്ക് തരൂ. വേണ്ട, ഞാൻ വൃത്തിയാക്കിക്കോളാം. നീ ചെയ്യണ്ട. വേണ്ട, ഞാൻ വൃത്തിയാക്കിക്കോളാം. എനിക്ക് തരൂ. വേണ്ട, എനിക്ക് തരാം. വേണ്ട, ഇങ്ങോട്ട് താ. ഞാൻ ചെയ്തോളാം. എന്റെ കയ്യിൽ താ. ഞാൻ വൃത്തിയാക്കിക്കോളാം. വിടാനാ പറഞ്ഞത്. പറഞ്ഞത് കേക്കില്ലേ? ഇങ്ങോട്ട് താ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് തരാൻ. ഞാൻ വൃത്തിയാക്കിക്കോളാം. ഞാൻ വൃത്തിയാക്കിക്കോളാം. ഇങ്ങോട്ട് താ, ഞാൻ ചെയ്തോളാം. ഇങ്ങോട്ട് തരാനാ പറഞ്ഞേ. ഞാൻ പറഞ്ഞതാ. ഞാൻ ചെയ്യാം. പത്ലു, ഞാൻ പറഞ്ഞതല്ലേ ഞാൻ വൃത്തിയാക്കിക്കോളാന്ന്. വേണ്ട, നീ വൃത്തിയാക്കണ്ട. ഞാൻ വൃത്തിയാക്കിക്കോളാം. ഞാൻ ചെയ്യാം. എന്റെ കയ്യിൽ താ. ഞാൻ വൃത്തിയാക്കാന്നേ. ഇങ്ങോട്ട് താ. ഞാൻ ചെയ്യും. വിട്. ഞാൻ വൃത്തിയാക്കാം. ഇങ്ങോട്ട് താ. ഞാൻ വൃത്തിയാക്കിക്കോളാം. ഇങ്ങോട്ട് തരാനാ പറഞ്ഞേ. ഞാൻ വൃത്തിയാക്കിക്കോളാം. ഇങ്ങോട്ട് താ. എനിക്ക് തരൂ. ഞാൻ വൃത്തിയാക്കാന്നേ. ഇങ്ങോട്ട് താ. ഞാൻ ചെയ്യും. വിട്. ഞാൻ വൃത്തിയാക്കാം. ഇങ്ങോട്ട് താ. എനിക്ക് തരൂ. എനിക്ക് തരാൻ. തരാനാ പറഞ്ഞേ. ഞാൻ വൃത്തിയാക്കാം. ഈ ശബ്ദം കേൾക്കുമ്പോ ബോസിന്റെ ശബ്ദം കേൾക്കുന്നത് പോലെ ഉണ്ടല്ലോ. ബോസ് എവിടെയാ ഉള്ളത്? ബോസ് എവിടെയാണ്? മോട്ടു പത്ലു എന്തായി കാണിക്കുന്നേ? ഓ മൈ ഗോഡ്, ഈ ഓഫീസിൽ എന്തുമാത്രം പൊടികളാ. മോട്ടു പത്ലു, ഞാൻ നിങ്ങളെ വിടാൻ പോകുന്നില്ല. മോട്ടു പത്ലു, ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല. ബോസ് ബോസ്, കൺട്രോൾ കൺട്രോൾ. അവര് മര്യാദക്കാരനാണ്. കൺട്രോൾ. ഇക്കാലത്ത് മര്യാദക്കാരെ കിട്ടാനില്ല. പണം എനിക്കൊരു പ്രശ്നമല്ല, പക്ഷെ എനിക്ക് എന്റെ ജീവൻ വളരെ വിലപ്പെട്ടതാ. ഞാൻ ഇന്ന് ഇവന്മാരെ രണ്ടിനെയും വെറുതെ വിടില്ല. വെറുതെ വിടില്ല ഞാൻ.